അയ്യോ, ഇത് നേരത്തെ ആകാമായിരുന്നു. നമ്മൾ കളി നിർത്തേണ്ട സമയമായി. അവൻ കൊള്ളാം. ഒന്ന് നിൽക്കൂ. അപ്പോൾ നിങ്ങളെ ഫ്ലൈറ്റ് അറ്റൻഡൻസ് എന്നാണോ വിളിക്കുന്നത്? ആരാണ് എന്നെ വിളിച്ചത്? ആരും എന്നെ വിളിക്കണ്ട. ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്തുണയ്ക്ക് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ഇവൻ എങ്ങോട്ടാണ് പോകുന്നത്? ഒന്ന് നിൽക്കൂ, കാണിക്കൂ. ദൈവമേ, ആൽഫ കോംബോ പോട്ടെ. ദൈവമേ, നീ എന്താണ് പറഞ്ഞത്? എന്ത്? നീ ആരെയോ വിളിക്കുന്നു. എനിക്ക് കുഴപ്പമില്ല. എന്റെ കാര്യത്തിൽ എനിക്ക് കുഴപ്പമില്ല. ദൈവമേ, നിർത്തൂ. ദൈവമേ, പതുക്കെ. ഞങ്ങൾ നിന്നെ ശിക്ഷിക്കാൻ പോകുന്നു. ദൈവമേ, എന്താണത്? ദൈവമേ, അതെ, എനിക്ക് ശ്രദ്ധയില്ല. ദൈവമേ, നിർത്തൂ. സുഹൃത്തെ, നമുക്ക് ഷോ തുടങ്ങണം. കളി നിർത്തണം. എനിക്ക് തരൂ, എന്റെ ദൈവമേ. അച്ഛാ, ഞാൻ അപേക്ഷിക്കുന്നു, എടുക്കൂ. ഞാൻ ഓക്കെയാണ്. ഞാൻ അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞു. അച്ഛാ, ദാ ഭക്ഷണം. ശരി ബോസ്. ദൈവമേ, ഞാൻ കരുതിയത്. ക്യാമറാമാൻ, മുന്നോട്ട് വരൂ. കാത്തിരിക്കൂ. നിങ്ങളുടെ വേഷം എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്ദി സാർ. ഞാൻ വളരെ സന്തോഷവാനാണ്. അച്ഛാ, എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. മനസ്സിലായോ? ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. രണ്ടാം തവണയും എന്നെ വിളിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞെന്ന് പലരും കരുതുന്നുണ്ട്. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. അതെ, ദൈവം. നിങ്ങളുടെ ഉള്ളടക്കം മികച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ആര് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ വളരെ നന്നായി ചെയ്തു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. നന്ദി എന്റെ ബോസ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം. നിങ്ങൾക്ക് ആൽബം ആവശ്യമില്ല. ഞാനിത് നാട്ടിലെത്തിക്കണം. നിങ്ങൾക്ക് എത്ര സ്വകാര്യ ജെറ്റുകളുണ്ട്? 3. ദൈവമേ, 3. ഒരെണ്ണം ഉപയോഗയോഗ്യമാണ്. നിങ്ങൾക്ക് 3 ജെറ്റുകളുണ്ടോ? 3 ജെറ്റുകൾ? ഉറപ്പാണ്. അല്ല, ഇതൊരു ജെറ്റ് മാത്രമാണ്, ജെറ്റുകളല്ല. ദൈവമേ, അതായത് ആൽബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ. ആദ്യം പറയട്ടെ, ഇതായിരുന്നു എന്റെ അവസാനത്തെ ആൽബം. സോണിയോടൊപ്പമുള്ള എന്റെ അവസാനത്തെ ആൽബമായിരുന്നു ഇത്. അതിനാൽ സംഗീതപരമായി എനിക്ക് സാധിക്കുന്നതെല്ലാം ഇതിൽ നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത്രയധികം പാട്ടുകളൊന്നുമില്ലായിരുന്നു, എങ്കിലും 13 പാട്ടുകൾ മതിയാകും. കാരണം ഇപ്പോഴത്തെ ആളുകളുടെ ശ്രദ്ധ അത്രയുള്ളൂ. സത്യം പറഞ്ഞാൽ, ഒരു പാട്ട് റിലീസ് ചെയ്താൽ ഉടനെ അടുത്തത് വേണമെന്ന് അവർ പറയും. അതൊന്ന് നിർത്തിക്കൂടെ? എനിക്ക് പോകണം. എന്റെ ഇമിഗ്രേഷൻ പാസ് ശരിയാക്കണം. നിനക്ക് സ്ട്രീം വേണം. എന്താണെന്ന് അറിയാമോ? അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കൂ, ഇവൻ എന്റെ കസിനാണ്.
ABJ ബോയ്, ദൈവമേ. ദൈവമേ, അതെ. അവന്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ. അവന്റെ സഹോദരി വിവാഹിതയായി. ആ ഭർത്താവിനെ കണ്ടോ? നീ അകത്തേക്ക് പോയിട്ടില്ല. ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കസിൻസ് ഇവിടെയുണ്ട്. അവർ ഇതൊന്നും കണ്ടിട്ടില്ല. അവർ ചെക്കിംഗ് കണ്ടിട്ടേയില്ല. എന്താണ് ചെക്കിംഗ് എന്ന് നിനക്കറിയാമോ? അതുപോലെയുള്ള ചെറിയ കസിൻസ് എനിക്കുണ്ട് ബ്രോ. ഭ്രാന്ത്. ഡാഡി, ആ ആൽബത്തിൽ ചോദിക്കാൻ എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ശരി, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ അവർ അപ്പോഴേക്കും വീഴുകയായിരുന്നു. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ അപ്പോഴേക്കും വീണു കഴിഞ്ഞിരുന്നു. ആ ചാട്ടം കൊള്ളാം. അതെ, അവനാണ് ആ പാട്ട് എഴുതിയത്. ദൈവമേ, ആ ഷോട്ട് അരുത്. ക്രേസിയാണ് പാട്ടെഴുതിയത്. അവന്റെ പ്രൊഡ്യൂസറാണ് അത് നിർമ്മിച്ചത്. ക്രേസിക് വാക്കുകൾ ഉപയോഗിക്കാൻ നല്ല കഴിവുണ്ട്, പ്രത്യേകിച്ച് ബാക്കപ്പ് വോക്കലുകൾക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ബ്രോ, ഞാൻ ആ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ വിചാരിച്ചു, നിന്റെ ബാക്കപ്പ് വോക്കലുകൾ ഞാൻ മാറ്റുന്നില്ലെന്ന്. ഈ ബാക്കപ്പ് വോക്കലുകൾക്ക് വല്ലാത്തൊരു ഉഗ്രൻ ഫീലാണ്. എനിക്ക് തോന്നുന്നത് സൂക്ഷിക്കണം. അതെ, അതുകൊണ്ട് ഇപ്പോൾ എനിക്കും അത് സൂക്ഷിക്കണമെന്ന് തോന്നലുണ്ട്. അവൻ ഭ്രാന്തനാണ്. 13 നമ്മൾ സജീവമാണ്. അതാണ് സംഗീതവും ആ ഷോട്ടുമായിട്ടുള്ള ബന്ധം. നമ്മൾ ഇപ്പോഴും കളിക്കുന്നു. ദൈവമേ. ഡാഡി, നോക്കൂ, ആ പാട്ട് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എവിടെ ആ പാട്ട്? ഈ പാട്ട്, ആ ആൽബത്തിലെ ഈ പാട്ട്. ജുജുവിനെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പോലും നീ പുറത്തിറക്കിയില്ലല്ലോ. ഡാഡി, ഞാൻ ആ പാട്ടിനായി കാത്തിരിക്കുകയായിരുന്നു. ആ പാട്ട്, അതെ. അതാണ് വലിയൊരു കാര്യം. കാരണം എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഇപ്പോൾ ഞാൻ അല്പം പിന്നോട്ട് പോകുകയാണ്, പക്ഷേ നമ്മളൊക്കെ കമ്പനികൾക്ക് കീഴിൽ കരാർ ഒപ്പിട്ട കലാകാരന്മാരാണ്. ചിലപ്പോൾ പാട്ടുകൾ അധികനാൾ പുറത്തിറങ്ങിയിരുന്നാൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുമെന്ന് തോന്നും. ആ സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോഴേക്കും ഞാൻ ടൈംലെസ് ആൽബം റെക്കോർഡ് ചെയ്തു കഴിഞ്ഞിരുന്നു. ആ ടൈംലെസ് ആൽബം വരികയും ഒരുപാട് കാര്യങ്ങൾ മാറ്റുകയും ചെയ്തു. അൺഅവൈലബിൾ ഫീൽ കാനിയെ പറയുന്നു നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെന്ന്. ബ്രോ, നല്ല അടിപൊളി പാട്ട്. ദൈവമേ, പക്ഷേ ഡാഡി, അവർ ആ പാട്ട് പ്രചരിപ്പിച്ചാൽ എനിക്ക് എന്താണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുക? ഞാനത് നിങ്ങൾക്ക് തരാം. ഡാഡി, ഞാൻ ഡാഡിയെ കണ്ടു. ഞാൻ നിങ്ങൾക്ക് പാട്ട് നൽകാം. യേശു ക്രിസ്തുവേ, യേശുവേ. അതുകൊണ്ട് കേൾക്കൂ, പാസ്പോർട്ടിൽ സീൽ അടിച്ചതിന് ശേഷം നമ്മൾ കാറിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോകും. ഞാൻ നമുക്ക് വേണ്ടി ഒരു റെസ്റ്റോറന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവേ, അവർക്കെന്നെ കൊല്ലേണ്ട. ഞാൻ ഉടൻ തന്നെ പാട്ട് നൽകാം. ഞാൻ നിങ്ങൾക്ക് നൽകാം. അവർക്കെന്നെ കൊല്ലേണ്ട. ഇരിക്കൂ. ശരി. എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. നിന്റെ കഥ ഭയങ്കര ഭ്രാന്തമാണ് സഹോദര. നോക്കൂ, നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ സ്ട്രീം ചെയ്യാൻ പോകുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും എടുത്തില്ല. പക്ഷേ നിങ്ങൾ യൂറോപ്പിലേക്ക് പോകുന്നു. ഞാൻ ഉദ്ദേശിച്ചത്. അതെ. ഹലോ, ക്യാഷ് എങ്ങനെയുണ്ട്? യേശു ക്രിസ്തുവേ, അവൾ നമ്മളോട് കള്ളം പറഞ്ഞു. ഞാൻ വിമാനത്താവളത്തിൽ നിന്ന് വന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് വിശക്കുന്നു. തീർച്ചയായും. ശരി, നമ്മൾ അധികമില്ല, ഏകദേശം 10 പേർ. ഞാൻ സ്ട്രീം ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ലേ? പിന്നിൽ യേശു ക്രിസ്തുവേ. അതെ, ഏകദേശം 10 പേർ. എന്റെ സെക്യൂരിറ്റിയും മറ്റും ഉൾപ്പെടെ ഞങ്ങൾ 10 പേർ. അതെ, ഞാൻ ലൈവ് സ്ട്രീമിലാണ്. പക്ഷേ എനിക്ക് ലൈവ് സ്ട്രീമിൽ ഭക്ഷണം കഴിക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതെ. യേശുവേ. ശരി, മനസ്സിലായി. എനിക്ക് മനസ്സിലായി. നിങ്ങൾ അവിടെ ഉണ്ടാകുമോ? കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളെ കണ്ടില്ല. ശരി, പ്രശ്നമില്ല സുഹൃത്തെ. ഞാൻ നോക്കട്ടെ. നിങ്ങൾക്ക് ഈ ആൽബം ഇഷ്ടപ്പെട്ടോ? ഭ്രാന്ത്. എന്ത്? അത് വളരെ വലുതാണ്. ഫയർ. ഞാൻ ജസ്റ്റ് ടിക്ടോക്കിൽ 70,000 ആളുകൾ ഉള്ളതിൽ ചേരാൻ പറഞ്ഞു. നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു? ഡാഡി, നിങ്ങൾ ചെയ്താൽ അതിന്റെ അർത്ഥം ഇൻസ്റ്റാഗ്രാമിൽ ആളുകൾ കുറഞ്ഞു എന്നാണ്.
അതെ, ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് 20,000 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഡാഡി, ടിക്ടോക്കിൽ 70. ഡാഡി, നിങ്ങൾ 1 മണിക്കൂർ ടിക്ടോക്ക് ചെയ്താൽ $100 ഉണ്ടാക്കാം. സത്യമായിട്ടും ഞാൻ 2 പേരെ കണ്ടു. ഞാൻ പറഞ്ഞു നീ കള്ളം പറയുകയാണ്. ബെല്ല പറഞ്ഞു നിനക്ക് യൂണിവേഴ്സ് അയക്കാൻ. യേശുവേ, എന്റെ സുഹൃത്തെ, ഞങ്ങളുടെ സ്റ്റാർലിങ്കിൽ ചേരണമെങ്കിൽ 4 പേർക്ക് കൂടി അവസരമുണ്ട്. ഇതിൽ ലാഗ് ഉണ്ടാവില്ല. സ്റ്റാർലിങ്ക്, എന്റെ സുഹൃത്തെ, ജ്യൂസ് കുടിക്കൂ. ഇത് വളരെ നല്ലതാണ്. ഈ ഓറഞ്ച് ജ്യൂസ് നിനക്കായി മാറ്റിവെക്കാം. നീയാണ് ഇന്നത്തെ രാജാവ്. വിളിക്കാം. ഇത് എടുത്തോളൂ. നീയാണ് ഇന്നത്തെ രാജാവ്. ഷോർട്സ്, ഷോർട്സ്. യേശു ക്രിസ്തുവേ. ഹേയ് ചാട്, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, ആൽബം പ്രൊമോഷന്റെ ഭാഗമായി ഞങ്ങൾ ആദ്യം ന്യൂയോർക്കിലായിരുന്നു. ന്യൂയോർക്കിൽ ആൽബം പുറത്തിറക്കി. അവിടെ 2 ദിവസത്തോളം ചിലവഴിച്ചു. അതിനുശേഷം ഞാൻ പോയി ടൊറന്റോയിലേക്ക് അല്ല, നോർത്ത് കരോളിനയിലേക്ക്. ഞാൻ നോർത്ത് കരോലിനയിലേക്ക് പോയി. 1 ദിവസത്തെ റാലിക്ക് വേണ്ടി. ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. എന്റെ ദൈവമേ. ക്ലബിൽ നിന്ന് നേരെ ഞാൻ പരിപാടിയിലേക്ക് പോയി. ഞാൻ ടൊറന്റോയിൽ ഇറങ്ങി. ഹോട്ടലിൽ പോയി ഏകദേശം 6 മണിക്കൂർ ഉറങ്ങി. കാരണം എനിക്ക് ഡേ പാർട്ടി ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ. ആ 6 മണിക്കൂറിന് ശേഷം ഡേ പാർട്ടിയിലേക്ക് പോയി. ഡേ പാർട്ടി നടത്തി കരീബാന വീക്കെൻഡ് ആഘോഷമാക്കി. അതിനുശേഷം ക്ലബിൽ പോയി. അവിടെ നിന്ന് നേരെ വിമാനത്തിൽ കയറി ഇവിടെ എത്തി. ദൈവമേ, ദൈവമേ, എന്ത് കഷ്ടമാണിത്. ആൽബത്തിലെ ഏത് പാട്ടാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏത് പാട്ടാണ് നിനക്ക് ഇഷ്ടം? എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓൾറെഡി ഫോളിംഗ് ആണ്. ഞാൻ അത് കുറെ കാലമായി കേൾക്കുന്നു. അത് എന്റെ പ്രിയപ്പെട്ട ഒന്നാണ്. കാരണം അത് ഡേവിഡോയുടെ ഒറിജിനൽ ശൈലിയിലുള്ള സംഗീതമാണ്. അതെ. പക്ഷേ എനിക്ക് സാൻസിബാർ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ലോണറുമായുള്ള എന്റെ പാട്ടും ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും എനിക്ക് വരുമാനം തരുന്ന പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. തീർച്ചയായും. ഹേയ്, ഇന്ന് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കണം. സത്യം പറയുകയാണെങ്കിൽ ബ്രോ, ഞാൻ നിന്നെ കണ്ടില്ല. ഇതൊരു മടുപ്പായി മാറുന്നുണ്ട്. നോക്കൂ ഡാഡി, ആര് പറഞ്ഞു? എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ആര് പറഞ്ഞു? നിന്നെ വിളിക്കാം. എന്റെ ദൈവമേ, ഞാൻ ജെറ്റിൽ അടിച്ചു പൊളിക്കുകയാണ്. ഞാനിത് എന്റെ വീട്ടുകാരോട് പോയി പറയും. ഞാൻ എന്റെ കുടുംബക്കാരോട് പറയും. ഹേയ് സാർ, നോക്കൂ, എനിക്ക് ടിക്ടോക്ക് ഉണ്ട്. നിന്നെപ്പോലെ പെരുമാറുന്ന ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ആ പയ്യൻ ഭ്രാന്തനാണ്. അതേ ശബ്ദം. അതെ, വെരിഫൈഡ് ആണ്. ദൈവമേ, എന്നെ വിളിക്കൂ സാർ. എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യൂ. എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യൂ. മുമ്പ്. സ്പീക്കർ എന്താണ്? ഇപ്പോൾ തന്നെ എന്റെ ലൈവിൽ ചേരൂ. ഇമിഗ്രേഷൻ വരുന്നുണ്ട്. അവർ വരുന്നുണ്ട്. എങ്ങനെയാണ് അവർ പോകുന്നത് എന്ന് എനിക്കറിയില്ല. അവിടെ പാർക്ക് ചെയ്യൂ. എല്ലാവരും വരൂ. നമ്മൾ നല്ല ജോലി ചെയ്തു. ആ തായ് റെസ്റ്റോറന്റ് നിനക്കറിയാമോ? എനിക്ക് സംസാരിക്കാൻ കഴിയാത്ത ആ തിരുവിലെ സ്ഥലം. ദൈവമേ ഡാഡി. ഇത് ലാഗാകുന്നുണ്ട്. ശരി, നിനക്ക് ടിവിയു ഐഡിയ ലഭിച്ചു. അതെ, ഇടിവിയു വഴി നീ എന്നെ സഹായിച്ചു. ഞാൻ ഏകദേശം $40,000 സമ്പാദിച്ചു. ആ പണം ലഭിച്ചപ്പോൾ ഞാൻ ഈ ബാഗ് വാങ്ങാൻ പോയി. ഈ ബാഗിന് 30,000 വിലയുണ്ട്. നിനക്കത് തരാം. എന്റെ ജീവിതം തന്നെ മാറിപ്പോയി. വരൂ, നമുക്ക് നിർത്താം. ഈശോയെ, എന്റെ വായിൽ നിന്ന് മാറി നിൽക്കൂ. നന്ദി സുഹൃത്തെ. അത്ഭുതം. ഈശോയെ, ഞാൻ കേൾക്കുന്നുണ്ട്. എന്നെ തനിച്ചാക്കരുത്. നമുക്ക് കാണാമോ? അച്ഛാ, നമുക്ക് കാണാൻ പറ്റുമോ? അകത്തേക്ക് ഒന്ന് നോക്കിയാലോ? വരൂ കാണാം. നമുക്ക് നോക്കിയാലോ? ഈശോ മിശിഹായി. ഈശോയെ, നമുക്ക് തിരിച്ചു പോകാം. താക്കോൽ എടുക്കൂ. ഈശോയെ. അതെ, ഇതിന് എത്ര ഡോളർ വരും? $75 മില്യൺ. ഈശോയെ, നന്ദി. തിരികെ വന്നതിന് സ്വാഗതം സാർ. അതെ, നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി, മനസ്സിലായി. ഈശോ മിശിഹായി. ഒന്നിനും തുടരുത്.
വേണ്ട, ഇത് നിന്റെ ഭാഗാണോ? ഞാൻ അത് എടുത്തുകൊള്ളണം. ഞാൻ ആ ഭാഗം എടുക്കാൻ സഹായിക്കാം. നോക്കൂ, എന്റെ രീതി ഇതാണ്. വസ്ത്രം ധരിച്ച് സ്റ്റൈലായി വരും. കണ്ടോ നിന്റെ സ്റ്റൈൽ? അതെ. ഈശോയെ, നിൽക്കൂ. അവൾ അവിടെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തു കഴിഞ്ഞു. നിനക്ക് ഫേസ്ബുക്ക് അറിയാമോ? ഷോയ്ക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഷോയ്ക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ, വരൂ, അത് ഇങ്ങോട്ട് കൊണ്ടുവരൂ. നിനക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾ ഒരു ഡെലിഗേറ്റാണോ? കൊള്ളാം. നമുക്ക് പോകാം. ഞങ്ങൾ നിങ്ങളെ ആസ്വദിക്കുന്നു. നിങ്ങൾ ആസ്വദിക്കുന്നു. അവൻ ഒരു സ്വതന്ത്ര മനസ്സിലാണ്. അമ്മേ, നിങ്ങൾ ഇതുവഴിയാണോ പോകുന്നത്? ശരി, വേണ്ട, എന്റെ ക്യാമറ അവിടെ പോകില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയിക്കോട്ടെ. അതെ അതെ അതെ. ആക്ഷൻ. വളരെ നന്നായി. ആരാണ് നമ്മുടെ ടീമിന് പണം നൽകുക? ഈശോയെ, വരുന്നുണ്ട് സുഹൃത്തെ. നൈജീരിയയെ ഇങ്ങനെ അടച്ചുകൊള്ളുന്നു. അപ്പോൾ നീയും നിന്റെ ക്യാമറാമാനും എന്നോടൊപ്പം വരുന്നു.